മൃദുനിസ കേൾക്കാൻ പാടില്ലേ? ഹലോ, ക്ലിയർ ആണ് സാർ, ക്ലിയർ ക്ലിയർ. ഓക്കെ. പിള്ളേരെ ജോയിൻ ചെയ്യിച്ചാലോ? ഒരാള് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ ഓക്കെ. മിസ് ആ സ്റ്റോപ്പ് ഷെയറിംഗ് എന്നുള്ളത് ഹൈഡ് ചെയ്തോളൂ കേട്ടോ. എല്ലാരും എത്തി തുടങ്ങിയോ വൈശാഖ? നമ്മുടെ ആൾക്കാർ മാത്രമായിട്ടുള്ളൂ. ഒരു കൊച്ചിപ്പോ വരില്ലാന്ന് വിളിച്ചു പറഞ്ഞു. അതെറ്റി ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ? മിക്സ്. ഓക്കെ ശരി. Okay, Adil Muhammad Said, can you turn on your video? Voice clear അല്ലേ? അതെ സാർ. ഓക്കെ. ഇൻ കേസ് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഡിഫിക്കൽട്ടി തോന്നുവാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. നൗ കീപ് യുവർ വീഡിയോ ഓൺ, ഓഡിയോ മ്യൂട്ട് ചെയ്തോളൂ. ഷെമിൻ മജീദ്, ഷെമിൻ, are you there? Shemin Majid? Okay, Savio, can you turn on your video and audio? On. Video, okay. Okay, like clear അല്ലേ? Voice clear അല്ലേ? അതെ. ഓക്കെ. ദെൻ ഇൻ കേസ് ഓഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂ, ചിലപ്പോൾ ഒരു നെറ്റിന് ഒരു ചെറിയ ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻസർ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതിയാവും കേട്ടോ. ഇൻ കേസ് പറയുമ്പോൾ ഒരു തോന്നുവാണെങ്കിൽ അതും കൂടെ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ എപ്പോഴും വീഡിയോ ഓൺ ചെയ്തോളാം, ഓഡിയോ ഓൺ ചെയ്യണ്ട. ഓഡിയോ ആൻസർ ചെയ്യുമ്പോൾ മാത്രം മതിയാവും. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് അംജദ്, ഓക്കെ അല്ലേ? അതെ. ഓക്കെ. അപ്പം പറഞ്ഞത് കേട്ടല്ലോ, ചാറ്റ് ബോക്സിൽ ആൻസർ എഴുതിയിടാം ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ. ഷെമിൻ മജീദ്, ഷെമിൻ, hello Shemin Majid, can you hear me? ഷെമിൻ, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഓഡിയോയും വീഡിയോയും ഓൺ ആക്കുക കേട്ടോ. എന്തോ പറ്റിയെന്ന് തോന്നുന്നല്ലോ അമൃത. ഷെമിൻ മജീദ്, ഞാനെന്നാ വിളിച്ചു നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ജോൺ സാർ. ഗുഡ് മോർണിംഗ്. ജോൺ സാർ, നമ്മള് 4 കുട്ടികൾ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ പറയുന്നു. ഒരു സ്റ്റുഡന്റ് എന്തോ ഒരു ഹോസ്പിറ്റൽ കേസ് പോലെ ഇപ്പൊ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ തുടങ്ങാനല്ലാണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലാണ്ട് വേറെ ചെയ്യാനല്ലോ. ഓക്കെ, ബാനുലാൽ, ഗുഡ് മോർണിംഗ്. ഹലോ സാർ. ക്ലിയർ അല്ലേ? ഓഡിയോ morning, ക്ലിയർ sir. അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. ഓക്കെ ഓക്കെ. എല്ലാവരും ലാപ്ടോപ്പിലല്ലേ? ആരെങ്കിലും ഫോണിലുണ്ടോ? സാർ ഞാനുണ്ട്. ശ്രദ്ധിച്ചോണം, ഇൻ കേസ് കോള് വന്നു കഴിഞ്ഞാൽ ടൈം നിങ്ങളുടെ കട്ട് ചെയ്തോളൂ, അപ്പൊ തന്നെ എടുക്കണ്ട കേട്ടോ ഫോൺ. ഓക്കെ 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 ഓക്കെ. ഓക്കെ സാർ. വി ആർ വെയിറ്റിംഗ് ഫോർ വൺ. ഒരാളും കൂടി ജോയിൻ ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. Okay, Shevin Majid, can you turn on your audio and video? Shemin? സാർ ഡൗട്ട് ഉണ്ട്. ഹലോ ഹലോ, ഷമിലാണോ? അല്ല, ഞാൻ ഭാനുവാണ്. എന്താണ്? ഒരു ഡൗട്ട് ഉണ്ട്, ചോദിക്കാനാണ്.
ഈ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ പോയിന്റ്സിന്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു 8.6 8 അത് ഈ റൗണ്ടിൽ നമുക്ക് ക്യാരി ഓവർ ആയിട്ട് കിട്ടുന്നതാണോ? നമ്മൾ എല്ലാ റൗണ്ടിന് ശേഷം ഫൈനൽ റൗണ്ടിലേക്ക് അത് ആഡ് ചെയ്യും. ഓക്കെ, ഓക്കെ. ടോട്ടൽ സ്കോർ വരാൻ നേരത്തോ? അതെ അതെ. ഓക്കെ ഓക്കെ ഹിൻസ്റ്റൺ, നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. Okay, sir. All right, so a very good morning to all, and welcome to the grand finale of Scientia 2020, organized by the Basic Science and Humanities Department of Christ College of Engineering, Irinjalakuda. നമുക്കറിയാം 100-ൽ പരം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ഒരു ജൈത്രയാത്രയായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഈ 6 പേരിലേക്ക് അടങ്ങുന്ന ഒരു ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. സോ ഇന്ന് ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ, സയൻഷ്യയുടെ 2020 ഗ്രാൻഡ് ഫിനാലെയിൽ എത്തി നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. മേ ദ ബെസ്റ്റ് വിൻ. എല്ലാവരും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ ഈ ഒരു ഫിനാലെ മത്സരിച്ച് ഏറ്റവും നല്ല വ്യക്തി തന്നെ വിജയം കൈവരിക്കട്ടെ. എല്ലാവരും വിജയികൾ തന്നെയാണ്. കാരണം നിങ്ങൾ ആലോചിക്കണം, ഈ 6 പേരെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ എല്ലാം പിന്തള്ളിക്കൊണ്ടാണ് നിങ്ങൾ 6 പേരും ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിരിക്കുന്നത്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ആൻഡ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഗ്രാൻഡ് ഫിനാലെ, നമ്മളൊരു ചെറിയ പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മുടെ ഒരു ഫിനാലെ റൗണ്ട് നമ്മൾ തുടങ്ങുന്നത്. സോ പ്രാർത്ഥനയ്ക്കായിട്ട് ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റിലെ മാത്സ് വിഭാഗത്തിലെ നീതു മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? യെസ് മാം. ദേവാദിദേവാ പ്രാർത്ഥിച്ചു നിൽപ്പൂ തിരുസന്നിധാനമെന്നാത്മം. ഇന്നു വിരിഞ്ഞതാം പൂക്കളൻ കൂടയിൽ പലതുണ്ടു തവ പാതെ കാഴ്ച വയ്ക്കാൻ. ദേവാദിദേവാ പ്രാർത്ഥിച്ചു നിൽപ്പൂ തിരുസന്നിധാനമെന്നാത്മം. Alright, so അടുത്തതായി നമുക്കറിയാം ഏതൊരു ക്വസ്റ്റ് പ്രോഗ്രാം ആണെങ്കിലും അതിനൊരു ക്വസ്റ്റ് മാസ്റ്റർ അത്യാവശ്യമാണ്. So let me take this opportunity to invite and introduce the quest master for Scientia 2020 Grand Finale, Basic Science and Humanities Department of Christ College of Engineering, with the most vibrant and dynamic assistant professor, Mr. Vaishak Venu ആണ് ഈ ഒരു Scientia 2020 Grand Finale quiz master. So Vaishak, over to you. Okay, thank you, Houston. Hope I am audible. Yes, sir. Okay, welcome to Scientia 2020 online quiz organized by Department of Basic Science and Humanities, Christ College of Engineering in Calcutta. And this is the first edition of Scientia. And this year we are organizing this quiz in connection with Independence Day celebration. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി one of them is freedom and the other one is knowledge. സ്വാതന്ത്ര്യവും അറിവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നുള്ള വസ്തുത ഓർത്തുകൊണ്ട് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയിൽ നമുക്ക് ആരംഭിക്കാം Scientia 2020 online quiz organized by Department of Basic Science and Humanities. Before starting the rounds, let me introduce our 5 contestants. നമുക്ക് ആക്ച്വലി 6 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് ഒരു ചെറിയ ഡിഫിക്കൽട്ടി പറയുന്നു. I take this opportunity to introduce our first participant, Mr. Adil Muhammad Said, Challenge Public School, Narakil, Ernakulam. Next participant is participant Malavika is not available, some technical issues. Participant 3, Mr. Muhammad Amjad PM, MES HSS, Srinarayanapuram, Kodingalur. Participant 4, S. Banulal, NSS HSS, Kaviyur, Pathanamthitta. And participant 5, Mr. Savio Jomon, St. Sebastian's HSS, Kuttikade, Thrissur. And participant 6, Shamil Majid, KE School, Mannaram, Kottayam. So all the best guys. നിങ്ങൾ 5 പേരെന്ന് പറയുന്നത് നമ്മുടെ 100 കുട്ടികൾ, 100ഓളം പേർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത Scientia
പ്രിലിമിനറി റൗണ്ടിലെ വിന്നേഴ്സ് ആണ്. സോ യു ആർ ആക്ച്വലി ദ ഡിസേർവ്ഡ് പീപ്പിൾസ്. നിങ്ങൾ ആക്ച്വലി ജയിച്ച ആളുകൾ തന്നെയാണ്. ഇനി അങ്ങോട്ട് എന്ത് സംഭവിച്ചാലും യു ആർ ദ വിന്നേഴ്സ്, നോ പ്രോബ്ലം. ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി തന്നെ അത് എടുക്കുക. നമ്മുടെ സയൻസ് ഷോയെ കുറിച്ച് 1-2 വാക്കുകൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് എഡീഷൻ ഓഫ് ദിസ് ഓൺലൈൻ ക്വിസ് ഓർഗനൈസ്ഡ് ബൈ അവർ ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് എഡീഷൻ ആണ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ പ്രിലിമിനറി റൗണ്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് വാസ് ആക്ച്വലി റാപ്പിഡ് ഫയർ റൗണ്ട്. 50 ക്വസ്റ്റ്യൻ ഉള്ള ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ആ 50 ക്വസ്റ്റ്യൻ ഉള്ള റാപ്പിഡ് ഫയർ റൗണ്ട് 10 മിനിറ്റ് മാത്രം എടുത്ത ആ 50 ക്വസ്റ്റ്യൻ ഉള്ള റാപ്പിഡ് ഫയർ റൗണ്ടിൽ ജയിച്ച, ടോപ്പ് സ്കോർ ചെയ്ത, മോർ ദാൻ 35 മാർക്ക് ഔട്ട് ഓഫ് 50 സ്കോർ ചെയ്ത 5 ചുണക്കുട്ടന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. They are going to compete. They are going to use their knowledge in this arena of competition of knowledge, Scientia 2020. So hope you are all are ready. Some general ideas regarding Scientia 2020. General rules. എല്ലാ റൗണ്ടിലും ബാധകമായ ജനറൽ റൂൾസ് പറയാം. ഇതൊരു ഓൺലൈൻ ക്വിസ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഡെഫിനറ്റ്ലി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കുക, ഏതൊരു ക്വസ്റ്റിനും എക്സാക്ട്ലി 1 ചാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മോർ ദാൻ 1 ആൻസർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ദെൻ അഗെയിൻ പാസിംഗ് ഉണ്ടാവുന്നതല്ല. ഒരു ക്വസ്റ്റിനും നമ്മൾ പാസ് ചെയ്യുന്നതല്ല. ബിക്കോസ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാസ് ചെയ്യാതിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ക്വസ്റ്റിനിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്രിലിമിനറി റൗണ്ടിലെ മാർക്ക് 10 കൺവേർട്ട് ചെയ്ത് ഫൈനൽ മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. സോ let us start Scientia 2020 first round. Hope you are ready. Round 1 is general science round, and in this round each participant will get 3 questions, 1 each from mathematics, chemistry and physics. As I already mentioned, no bouncing, no negative mark. Each question carries 5 points. If you answered all the 3 questions correctly, then you will get 5 bonus points. So ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 20 പോയിന്റ് ആണ് ടോട്ടലി ഈ ഒരു റൗണ്ടിന്റെ അവസാനം ലഭിക്കാൻ പോകുന്നത്. സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്താൽ ഓരോ പാർട്ടിസിപ്പന്റിനും 3 ക്വസ്റ്റ്യൻ ഞാൻ തരും. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം യു വിൽ ഗെറ്റ് 20 സെക്കൻഡ് ടു ആൻസർ. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് ടൈം അതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യാൻ തുടങ്ങിയാൽ മതി. Each participant will get 20 second time. Obviously, all unmentioned rules are at the discretion of this master. So let us start with our participant 1, Adil Muhammad Said. Please turn on your audio, Adil Muhammad. Yes, sir. Are you ready? Yes, sir. I will read the question first and then I will give you 20 seconds. The first question is, integration is nothing but a continuous dash. What is integration? You can wait. No. I will give you time. I will read for 3 questions first, then I will give you time. Integration is nothing but a continuous dash. Second one, the green color seen in firework displays is due to the chloride salt of dash. Third one, how long does sunlight take to reach Earth's surface? These are the 3 questions for you. Your time starts now. First question, integration is nothing but continuous addition. Okay, right answer. Green color seen in fireworks is due to chloride salt of aluminium. Sorry, next. How long do sunlight take? 8 minutes. 8 minutes? Exactly 8 minutes? 8 minutes. Okay, time up. Here are the correct answers. Integration is nothing but a continuous addition. That's the right answer. Integration is nothing but a continuous summing process on integration. And the second one, the green color seen in firework displays is due to the chloride salt of barium, not aluminium. And third one, sunlight take 10 minutes 20 seconds to reach the Earth's surface. I will give you marks for that particular one also. So 2 right answer for Adil Muhammad. Congratulations. Let us move to the next participant 3, Mohammad Amjad PM. Mohammad Amjad,
Can you turn on your audio? Okay. Okay, here is your first question. Intersection of empty collection of sets. If you take an empty collection of sets and you take the intersection, common ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ what you will get? That's the first question. Second question, dry ice is nothing but what? What is actually dry ice? Third question, Dash is the most distant human-made satellite from Earth's surface. Earth's surface il ninnum ettavum agaleyulla human-made satellite ഏതാണ്? These are the three questions. Your time starts now. First question, null set. Sorry, wrong answer. Next one. Water. Dry ice is what? Nothing but water. No. Next one. Pass. Okay. Here are the answers. Intersection of empty collection of set, actually the opposite on it is the universal set. It is actually the universal set. Quite a tricky question. Next one, dry ice is nothing but solid carbon dioxide. Water ice temperature different and solid carbon dioxide is the right answer. Then the third one, okay, the Voyager one is the most distant human-made satellite in the Voyager 1 and 13 billion miles away from Earth. That is the right answer. So no right answers for participant 3. Best of luck for the next round. Now participant 4, Mr. Banulal, are you ready? Yes, sir. Okay, Banulal, here is your first question. There exists an invertible matrix with a determinant of A equal to 0. Can you find a determinant, a matrix, invertible matrix with a determinant of A equal to 0? That is the first question. Second question, the gas that is used in the manufacture of Vanaspati ghee, which gas is used for manufacturing Vanaspati ghee? And third one, father of wireless telecommunication. Who is the father of wireless telecommunication? Your time starts now. Answer of one is true. Sorry, wrong answer. Second one. Nitrogen. Sorry, wrong answer. Next. Satyendra Bose. Satyendra. Nath Bose. Okay, here are the right answers. There does not exist an invertible matrix because invertible matrix itself means determinant equal to 0. It is false. Second one is gas that is used in manufacture of Vanaspati gas is not nitrogen, it is hydrogen gas. Third answer is Jagadish Chandra Bose. It is not Satyendra Nath Bose, it is Jagadish Chandra Bose. JC Bose is the father of wireless communication. So no right answers for Banulal again. We will move to the next participant 5, Savio Jamon. Savio, are you ready? Yes. Okay, here is our first question to Savio. First question, cross product of two vectors A and B is geometrically what? Cross product of two vectors geometrically what? That is the first question. Question number 2, purest form of iron. What is the purest form of iron? Question number 3, Earth's escape velocity is dash. Earth's escape velocity. These are the 3 questions. Here is your time. Your time starts now. First question, perpendicular. Yes, it is perpendicular. Perpendicular what? Okay. Next one. Rotayon. Yes, correct answer. 11 meters per second square. Okay, 11. Okay. Here are the right answers. Cross product of two vectors A and B is geometrically
a vector perpendicular to both A and B. No doubt about that. A vector perpendicular to both A and B. And next answer is wrought iron, which is again correct. Purest form of iron is wrought iron. Correct answer. Third one, Earth's escape velocity is 11.2. 11.11 എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് മാത്രം ഐ എം ഗിവിംഗ് യു മാർക്ക്. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ടൈം വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക എല്ലാവരും. വിത്ത് യൂണിറ്റ് കറക്റ്റ് ആയിട്ട് പറയണം. സോ escape velocity 11.2 ആണ്. That is the answers of P5. Now our last contestant, participant 6, Shamil Majid. Please turn on your audio, Shamil. Yes, sir. Okay, can you hear me? Yes, sir. Okay. Audible ആയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. Here is your first question. There exists a one-to-one bijection between two sets if and only if. What is the relation needed for existence of bijection between two functions? രണ്ട് സെറ്റുകൾക്കിടയിൽ bijection വരാനുള്ള കണ്ടീഷൻ എന്താണ്? Second question. Dash forms an amalgam with other metals. Dash metal forms an amalgam with other metals. Third question. The instrument that measures and records relative humidity of air. What is the name of the instrument that measures and records relative humidity of air? These are your 3 questions. So your time starts now. Sir, second question answer mercury. Yes, correct answer. First and second, I don't know. Okay, second question answer mercury is right answer. Here are the right answers. There exists a bijection between one-to-one on-to connection between two sets if their cardinality is same. If they are having the same number of elements, then simply we can define a one-to-one on relation between them. Second answer, that is mercury metal forms an amalgam with other metals. Right answer. Third one is actually the instrument that measures and records relative humidity of air is hygrometer. Hygrometer is the right answer. That is the end of round 1. Congratulations to all and best wishes to the participant who failed to score. Let us wait for the marks. We'll take some moment to release the score. Do we have the score? So before let us wait for the score anyway. Round 2 നെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. So round 2 is actually an identification round. Identification round എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഇമേജ് തരുന്നതായിരിക്കും. ആ ഇമേജ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായി ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ റിലേഷനുള്ള ഒരു വ്യക്തിയുടെയോ ഒരു സംഭവത്തിന്റെയോ ഇമേജ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. നോ വറീസ്, നമുക്കിവിടെ പാസിംഗ് എന്തായാലും ഉണ്ടാവുന്നതല്ല. You will get 20 points for the right answer and no negative mark. Again, you will get enough time, 20-second time for answering each question. Okay. Vaishak sir, we have the scores. Okay, Houston. Yeah, so participant number 1, Adil Mohammed with 10 points.
And participant number 2, Malaga, is not here. So we are moving to participant number 3, Mohammad Amjad, 0. And S. Banulal with 0 points. Participant number 5, Savio Jorman with 20 points. And participant number 6, Shemil Majid with 5 points. Okay, congratulations guys. First round നിങ്ങൾ കുഴപ്പമില്ലാണ്ട് ചെയ്തു, no problem. Don't worry about your mark. Next round അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ you can come back to the game anyway. So let us start the next round. ഞാൻ സ്റ്റോപ്പ് പ്രസന്റ് കൊടുക്കട്ടെ. Amrita ma'am, I kindly request you to switch off the mic. Okay, round 2 നെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റൗണ്ട് 2 in connection with Indian independence ആയിരിക്കും. നിങ്ങളെ ഓൾറെഡി പറഞ്ഞ പോലെ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ നിങ്ങൾ പിൻ ചെയ്തിടാം. And carefully observe what is actually given in the image, and you will get 20 seconds to answer each question. So that are the main rules of round 2. No bouncing. You will get 20 points for the right answer. No negative mark. Each participant gets 20-second time. Again, as I mentioned, all unmentioned rules are decision taken by this master. And this round we will go the opposite direction. We will start with participant 6, Shemil Majid. So Shemil, please turn on your audio. Shemil, here is your question. Identify the incident. Identify the incident. One of the very important incident happened in 19th century actually. An incident which compelled British to quit India. One of the clue is that person on the left side is known as the mediator of unity, Indian Hindu-Muslim unity. വാഹകൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു കരാറിൽ ഒപ്പിടുന്ന ഒരാൾ. So your time starts now. നല്ലപോലെ ആലോചിച്ച് ഉത്തരം പറയുക. You will get exactly 1 chance. Can you identify the image? It is a very important incident. Okay, time out. There is actually the right answer is, here is the right answer. Which one is the right answer, please? Participant asked to say answer. Answer പറഞ്ഞിട്ടില്ല. Please answer. It is actually Indian National Congressum Indian Union Muslim League തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണത്. ഒരുപക്ഷെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിനെതിരെ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് നയത്തിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പക്ഷേ പ്രതികരിച്ച ഒരു ഇൻസിഡന്റ് ആണത്. ഇറ്റ് ഈസ് വേറെ ആർക്കെങ്കിലും അറിയാവോ നമ്മുടെ ബാക്കിയുള്ള ആളുകൾക്ക്? ഇറ്റ് ഈസ് ലക്നൗ പാക്ട്. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഡിസംബർ 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിൽ ഒപ്പുവെച്ച പാക്ട് ലക്നൗ പാക്ട് ആണ്. ലക്നൗ പാക്ട് ഒപ്പുവെക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങൾക്ക് നൽകിയത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ആളുകൾ വീണ്ടും സ്ട്രോങ് ആകുന്നു എന്നൊരു തോന്നൽ ബ്രിട്ടീഷുകാർക്ക് കൺവേ ചെയ്യാൻ പറ്റുകയും ഇന്ത്യ വിട്ടു പോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലക്നൗ പാക്ട്. Answer is not correct. Now let us move to the next participant, participant 5, Savio Jorman. Savio, are you ready? Yes. Yes, Savio. Previous round full mark നേടിയതാണ് Savio. Best wishes. Here is your question. Can you identify this memorial? Can you identify this Shahid Smarak? It is actually not a positive incident. It is actually kind of tragedy. Not that, but kind of tragedy. I'm not telling like that.
ഒരു നല്ല സംഭവമല്ല എന്തായാലും. ഷഹീദ് സ്മാരക്, can you identify this memorial? Your time starts now. ഗോരഖ്പൂറാണ്, ഗോരഖ്പൂറുള്ള ഒരു ഷഹീദ് സ്മാരകമാണ്, രക്തസാക്ഷി മണ്ഡപം. Savio, do you have the answer? Any answer? Any guess? Okay, time out. No answer from Savio. Savio. Oh, Savio, something happens. Okay. Okay, the answer is actually Chauri Chaura incident. Chauri Chaura incident. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം. സോ നോൺ കോപ്പറേഷന്റെ മൂവ്മെന്റിന്റെ ഭാഗമായി കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സ് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടെയുള്ള ഏകദേശം 22ഓളം പോലീസ്മാൻ മരിക്കുന്നതിനിടയായ ഒരു സംഭവമാണ് ചൗരി ചൗര ഇൻസിഡന്റ്. took place at Chauri Chaura in the Gorakhpur district of modern Uttar Pradesh in British India. And due to this, Mahatma Gandhi recalled that national movement, non-cooperation movement on February 1922. Non-cooperation movement നിർത്തലാക്കാൻ മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. The answer is not correct. Now moving to the next participant number 4, S. Banulal. S. Banulal, here is your image. Can you identify this personality? Can you identify this personality? A very important personality. Your time starts now. I see it. Louis Mountbatten. Yes, that is correct answer. Louis Mountbatten is the correct answer. And what is the specialty of him? Anything about him? Last viceroy of British India and the first viceroy of Free India. Yes, correct answer. Last viceroy and first governor general of Free India. Also note that Chakravarti Rajagopalachari became the only Indian and last governor general after independence. Correct answer. Marks to Banulal Shyamkumar. Moving to the next participant 3, Mohammad Amjad. Mohammad Amjad, are you ready? Yeah. Yes. Here is your. Can you identify this personality? Very famous person. Can you identify this personality? It's actually some relation with Mahatma Gandhi. Your time starts now. Not direct relation. Your time up. Any answer, Mohammed? No. Where are you? The students pass ചെയ്യുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. Kelappan. Yes, it is K. Kelappan. That is the answer. K. Kelappan, very important person to Kerala. Actually, is actually the founding member and president of Nair Service Society, a reformer and Indian freedom fighter, and he is known as Kerala Gandhi എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ പള്ളി കേളപ്പൻ നായർ ഓർ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ നായർ ആയിരുന്നു ആൻസർ. സോ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് P1. P2 is not there. P1, Adil Muhammad Said. Adil Muhammad Said, are you ready? Yes, sir. Here is your question. Identify the picture. Again, one of the most important incident in the history of Indian independence. Can you identify this image? Your time starts now. Defeat of Bahadur Shah Zafar in 1857 War of Independence. Which war? First War of Independence. Indian Independence, 1857. Are you sure?
plus. Yes. Okay, please tell your answer again. Some doubt ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞ ആൻസർ. Indian independence 1857, Bahadur Shah Sir defeat. Here is the right answer. It is Plassey Yuddham. The Battle of Plassey was the decisive between 1757 Plassey യുദ്ധമാണ്. 1857 ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാർ അല്ല. ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം അരക്കിട്ടുറപ്പിച്ചത്. ക്ലൈവ് ലോയിഡ് മിർ ജാഫറിനെ മീറ്റ് ചെയ്യുന്ന ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട നിമിഷം എന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന റോബർട്ട് ക്ലൈവ് മീറ്റിംഗ് വിത്ത് മിർ ജാഫർ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി in 1757. That is the answer. Sorry, Mr. Adil Mohammed Said, nice try. So that is the end of round 2. Let us wait for the score now. Okay, Vice Sir, can we have the scores for the? Yes, please. So after the second round, we have in the second round, Adil Mohammed, participant number 1, 0 points. Participant number 3, Mohammed Amjad, 0 points. Participant number 4, Banulal with 20 points. Savio Jarman, 0 points. And Shemil Majid, 0 points. So that's the scores of round 2 only. So let us start round 3. A very interesting round ആണ് round 3. Again, ഇമേജുകൾ തന്നെയായിരിക്കും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റൗണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ you will get 3 images, 3 clues, 3 images. You will get 3 images. 1 question per participant. No passing at all again. Initially, a set of 3 images will be given. If the participant is able to identify the correct answer, he or she will get 30 points. If needed, we will give you a simple 4th image. And if you are able to score from that 4th image, you will only get 15 marks. ശ്രദ്ധിക്കുക, ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾ ഇഫ് യു ആർ എ മൂവി ലവർ ദെൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റൗണ്ട് ആയിരിക്കും. സിനിമയുമായുള്ള റിലേഷൻ ഒക്കെ ഉള്ള ഒരു റൗണ്ടാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ജനറൽ സയൻസ് തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻ ഇതിനെ കുറിച്ച് തന്നെയായിരിക്കും, പക്ഷേ സിനിമയായിട്ടൊക്കെ ബന്ധമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. Each participant gets 20 second time to answer for the first 3 images, and for the second 4th image you will get only 10 second time. And this time you will start with again participant 1, Adil Mohammed Said. Participant 1, here is your first 3 images. Perfect murder, cover page of a book. Adil Mohammed, please turn on your video. Sir, video on അല്ലേ? Video off ആക്കരുത്. Perfect murder, book written by someone, and a very huge number, 26 digit number, and Sony Pictures, a movie production committee. Can you connect these 3 images and find a common link? It is a personality, very important personality. സമീപകാലത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടുത്ത ക്ലൂ വേണം. ഓക്കെ, നെക്സ്റ്റ് ക്ലൂ ഈ 20 സെക്കൻഡിന് ശേഷം നെക്സ്റ്റ് ക്ലൂ തരുന്നതാണ്. ഡോണ്ട് വറി. ദാറ്റ്സ് എൻഡ് ഓഫ് that time. Here is your next clue. Please move to the next clue. Sir, Shakuntala Devi. Yes, Shakuntala Devi. Shakuntala Devi is the right answer. Actually, Shakuntala Devi, 18 into 13 digit and 13 digit number calculate ചെയ്ത് പറഞ്ഞ 26 digit number ആണ് actually നമ്മൾ തന്നത്. Then again, അവിടെ തന്നിരിക്കുന്ന ആ ഒരു ഇമേജ്, ഒരു പിക്ചർ പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ പേരാണ്. സോ റൈറ്റ് ആൻസർ Shakuntala Devi is the right answer. We are moving to the next question. Participant 3, Mohammed Amjad PM.
Are you ready, Mohammed? Yes. Here is your image. We have two personalities, an actor and an actress, and also tomb of two personalities we are looking for. Timer is running. Let's go. Okay, we will move to the next clue. Here is your simple clue. No idea. The answer was actually right there in that image itself. താങ്കൾ അത് കെയർഫുള്ളി ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ യു വിൽ ഗെറ്റ് ആൻസർ. മേരി ക്യൂറി ഇസ് ദ റൈറ്റ് ആൻസർ. മേരി ക്യൂറി, ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. മേരി ക്യൂറി കുറിച്ചുള്ള ഫിലിമാണ് റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ആ മൂവിയിൽ മേരി ക്യൂറി ആയി അഭിനയിച്ച ആക്ടറുടെ ഇമേജ് ആണ് ആക്ച്വലി നമ്മൾ നൽകിയത്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് നെക്സ്റ്റ് ടൈം. മൂവിംഗ് ടു ദ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ്. Participant 4S Banula. Here is your set of images, Banula. Carefully observe. First one is actually King's College, Cambridge. Second and third persons are very famous movie actors. Sir, doubt. സാർ ഇപ്പൊ ആൻസർ പറയുകയാണെങ്കിൽ അടുത്ത ഫോർത്ത് ഇമേജ് ചോദിച്ചിട്ട് വീണ്ടും ആൻസർ പറയാൻ പറ്റുമോ? ഒറ്റ ചാൻസ് ഉള്ളൂ. ഓക്കെ, എന്നാ നെക്സ്റ്റ് ഇമേജ്, ഫോർത്ത് ഇമേജ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇമേജ് പ്ലീസ്. അലൻ ട്യൂറിംഗ്. Yes, yes, that is the right answer. Alan Turing is the right answer. A very famous personality. ആ ഒരു ഫിലിം എന്ന് പറയുന്നത് വളരെ വളരെ രസകരമായ ഒരു ഫിലിം കൂടിയാണ്. Alan Turing is the right answer. We will move to the next question. Participant 5, Savio Jomon. Here is your images, Savio. Again, some relation with movie. We are looking for a very famous person. അയാളായിട്ട് അഭിനയിച്ച ആ വ്യക്തിയാണ് ആദ്യം കാണുന്നത്. രണ്ടാമത് സർ അർദർ സ്റ്റാൻലി എഡിങ്ടൺ. Third one is actually someone who we are actually looking for. Any guess, Savio? No, next clue please. Albert Einstein. Again? Sir, Albert Einstein. Yes, yes, that's the correct Albert answer. Einstein. Einstein and Eddington. That's the movie. Einstein and Eddington. Einstein's childhood image ആണ് last തന്നത്. So that is the right answer. Albert Einstein. 15 points to Savio Jomon. Now time for Shamil Majid. Shamil Majid, are you ready? Yes, sir. Yes, here is your image. Oh, this a very famous actor, Russell Crowe, and we have images of Nobel and Nobel Prize, and also we have 11x11 hex game board. Can you identify the person? Sir, next clue. You have 10 more seconds remaining. Okay, okay. Next clue, please. Russell Crowe, beautiful mind. About which person? നോബൽ ആൻഡ് ഏബിൾ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. നോബൽ ആൻഡ് ഏബിൾ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരാള്. No idea. No idea. അങ്ങനെയുള്ള ആൾ ഒരാളേ ഉള്ളൂ. There is exactly one person. John Nash is the right answer. John Nash, John Forbes Nash Jr. ഏബിൾ പ്രൈസും മാത്തമാറ്റിക്സിൽ ഏബിൾ പ്രൈസും നോബൽ പ്രൈസും ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ ഫോക്സ് നാഷ് ജൂനിയർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ്. സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് റൗണ്ട് 3. Let us wait for the score now.
Okay, next round is let us wait the Kingston. Do you have the score? No, sir. We are waiting for it. Okay. Next round is actually clue round. നമുക്ക് പോയിന്റ് വരുന്നതിന് മുമ്പ് ക്ലൂ റൗണ്ടിന്റെ again ഹിന്റുകൾ പറയാം. Each question have 3 clues. You can answer only once. Again, non-negative marking. This is the last round. Each question have 3 clues. You can answer only once. No negative marking. If you answer at clue 1, you get 30 points. If you answer at clue 2, you get 25 points. If you answer at clue 3, you get 20 points. Each participant gets 15 seconds for each clue. All right. So, Vaishak sir. Yes, please. So, മൂന്നാം റൗണ്ടിന്റെ ശേഷം അല്ലെങ്കിൽ മൂന്നാം റൗണ്ട്സിന്റെ സ്കോറുകളാണ് ഇപ്പോൾ വായിക്കുന്നത്. പാർട്ടിസിപ്പന്റ് നമ്പർ 1 ആദിൽ മുഹമ്മദ് സയ്യിദ് with 15 points. Yes. Participant number 3 Mohammad Amjad with 0 points. Participant number 4 S Banulal with 15 points. And participant number 5 Savio Jorman with 15 points again. And participant number 6 Shemil Majid with 0 points. Okay, let us start our clue round, final round of Science Year 2020. Again, we are starting with participant 1, Adil Muhammad Said. Sir? Participant 6 ആണ്. Okay. Participant 6 Shemil Majid. We are starting with the participant 6 Shemil Majid. Okay, Shemil, here is your first clue. A pioneering allometrics developed in India. The time is running. Sir, next clue. Yes, you will get 10 seconds to think about that. Next clue, clue number 2. This is an alloy that was known in the ancient world by many different names such as Ukku, Hidwani, etc. Sir, next clue. Sir, next Here is clue. your third clue. Third clue is coming. This was used to make the famed Damascus swords of yore that could cleave a free falling silk scarf or a block of wood with the same ease. Can you name that material? No idea, sir. Okay, no answer. Here is the right answer. It is wood steel. Actually, the answer is wood steel. Okay, anyway, next question to participant 5. Savio Jorman. Okay, here is your clue 1. The Department of Atomic Energy has identified Audha in Maharashtra as the preferred site for this project. That is clue 1. Any guess? No, sir. Next clue. Sir, next clue. Yes, here is your next clue. The science for this project is based on 100-year-old Einstein's general theory of relativity. Okay, no answer, I think. No, Next, sir. next clue. The project is setting up a state-of-art observatory, and the first project will be begin only in 2024 in collaboration with the US. Okay, no idea, I think. Any guess, Savio? No, sir. Okay,
Here is the right answer. Your time up. It is actually Laser Interferometer Gravitational Wave Observatory in India, LIGO India project. Recently, വളരെ important ആയിട്ടുള്ള ഒരു project ആണ്. So that is the answer. Next question, participant 4, S. Banula. S. Banula, turn on your video, please. Yes, I turn on sir. കാണുന്നില്ലല്ലോ. On ആണ് sir video. നമ്മുടെ അയാളുടെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? എസ് ബാനുലാൽ. Yes sir, yes ഇല്ല sir. വീഡിയോ ഓക്കെ This video is കാണത്തില്ലേ? ഇല്ല ഇല്ല വീഡിയോ കാണുന്നില്ലല്ലോ എസ് ബാനുലാൽ. ഒരു മിനിറ്റ് ഞാൻ കാണാമല്ലോ. Right side sir on ആണ്. കാണാൻ പറ്റുന്നുണ്ടോ ശ്രീദേവി? കാണാൻ പറയാം. Okay, okay, Mr. Banulal, here is your first clue. A project that started on August 1, 1975. Clue 1. Sir, next clue. Next clue, please. The project undertaken by ISRO was designed and implemented in collaboration with the National Aeronautics and Space Administration. 1975 ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Next clue, sir. Next clue. This was one of the largest experiments of its kind, with the aim of demonstrating the potential of satellite technology for mass communication. Any guess? Apple. No, this project related to satellites. 1975 ശേഷം നമ്മൾ ഉണ്ടായ മാറ്റത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. സാറ്റലൈറ്റ്. ആര്യഭട്ട. No. It's actually project of implementing satellite TV or invention of satellite TV ആണ്. More mass communication എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. So that is the right answer. Invention of the satellite TV. Moving to the next participant, Mohammed Amjad. Mohammed Amjad, here is your first clue. This technology owes a great deal to a single man, Dr. Lalji Singh. Next. Okay, next clue. This technology was then used in a number of cases, as well as there is criminal cases, including the infamous murder of Naina Sakri in 1995, popularly known as Chandur murder. കുറ്റകൃത്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം, കൊലപാതകങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം. DNA testing. Next. Any answer? No. Okay, next clue. Clue number 3. This technology is used for identifying people based on their genetic material. Any answer, Mohammed Amjad? DNA testing. Yes, that is the right answer. DNA fingerprinting. That is the right answer. താങ്കൾ അത് സെക്കൻഡ് ക്ലൂവില് മെൻഷൻ ചെയ്തോന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ രണ്ടാമത് പറഞ്ഞില്ല. സോ തേർഡ് ക്ലൂവിലാണ് താങ്കളുടെ ആൻസർ അക്സെപ്റ്റ് ചെയ്യുന്നത്. DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. ഡോക്ടർ ലാൽജി ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ DNA ഫിംഗർ പ്രിന്റിംഗ് എന്നറിയപ്പെടുന്നത്. സോ എനിവേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ആദിൽ മുഹമ്മദ് സായിദ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് 2020. Adil Mohammed Said. Yes, sir. Okay. Let us wait for the first clue. Sir, next clue. No. This is not the clue. Pajimol is P1 clue. This is P2.
Yes, this is the clue. Scientist who proposed this term was awarded the 1983 Nobel Prize for Physics for his theory of black holes. Sir, next clue. Next clue. So 1983 Nobel Prize കിട്ടിയ ആളുമായിട്ട് related that concerns the radiation of energy from stars, particularly white dwarf stars. Any idea? The first clue was actually the easiest one. ഇത് ആ എഫക്റ്റ് ഐഡന്റിഫൈ ആണ്. ഒന്നെങ്കിൽ ആളുടെ പേരെങ്കിലും പറഞ്ഞാൽ. ചന്ദ്രശേഖർ. ഓക്കെ, കറക്റ്റ് ആയ എഫക്ട് എന്താണെന്ന് പറയാൻ പറ്റുമോ? മറ്റേ ഓർമ്മയില്ല സാർ എനിക്ക് കറക്റ്റ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലൂ ലെറ്റ് us try next clue. ന്യൂട്രോൺ സ്റ്റാറിന്റെ വാല്യൂ. Anyway, that is the correct answer. Okay, Chandrasekhar limit എന്നുള്ളതാണ് correct answer. Chandrasekhar limit. So again, clue 2 ൽ അയാളുടെ ആൻസർ അക്സെപ്റ്റ് ചെയ്യാൻ നോ പ്രോബ്ലം. ചന്ദ്രശേഖർ എന്നുള്ള ആൻസർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. The Chandrasekhar limit is the maximum mass of a stable white dwarf star. So anyway, that is the end of Scientia 2020. All 4 rounds കഴിഞ്ഞിരിക്കുന്നു. Let us wait for the final answer. Anyway, നിങ്ങൾ ആൻസർ നമ്മൾ വാലിഡിറ്ററി റിസൾട്ട് നമ്മൾ വാലിഡിറ്ററി സെക്ഷനിലായിരിക്കും ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതിനുള്ള ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. സോ താങ്ക് യു ഫോർ everyone's participation. Over to Hingston. So നമ്മളിപ്പോൾ ഫൈനൽ സ്കോർസ് വായിക്കുന്നില്ലല്ലോ, വാലിഡിറ്ററി ഫംഗ്ഷൻ ആയിരിക്കും. So if that is the case, thank you all for your participation. നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 അപ്ലിക്കൻസിൽ നിന്നാണ് നമ്മൾ ഈ 6ലേക്ക് നമ്മൾ ആ ഒരു യാത്ര തുടങ്ങിയത്. സോ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞത്. ആൻഡ് ദ വാലിഡിറ്ററി ഫംഗ്ഷൻ of Scientia 2020 organized by the Basic Science and Humanities Department of Christ College will start 12 p.m. sharp today. അതിനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും കൃത്യം 12 മണിക്ക് തന്നെ വാലിഡിറ്ററി ഫംഗ്ഷനിൽ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് മാത്രമല്ല പാരന്റ്സിനും അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും അതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്കൊരു ഗൂഗിൾ മീറ്റിന്റെ ഒരു ലിങ്ക് നമ്മൾ അയച്ചു തരും. ആ ലിങ്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ they can actually log in and can witness the valedictory function of Scientia 2020 organized by Christ College of Engineering. So എല്ലാവരെയും ആ വാലിഡിറ്ററി ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. So thank you all for your wonderful participation. So let's wait for the final results during the valedictory function. So once again, welcome you all to the valedictory function of Scientia